ഹായ് എവരി വൺ. റേഷ്യോ അനാലിസിസ് എന്നുള്ള മൊഡ്യൂളിലെ നെക്സ്റ്റ് സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസിഫിക്കേഷൻസ് കേട്ടോ. ഏതൊക്കെ റേഷ്യോ അനാലിസിസിൽ ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് റേഷ്യോസ്, ഏതൊക്കെ ടൈപ്പ് റേഷ്യോസ് ഉണ്ട് നോക്കാം. മെയിനായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്. രണ്ട് രീതിയിലാണ് നമുക്ക് റേഷ്യോസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുക. ഇനി ഓൺ ദി ബേസ് ഓഫ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനോട് ഉദ്ദേശിക്കുന്നത് ഫങ്ഷൻസ് ആണ് കേട്ടോ. ഫങ്ഷൻസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ നാച്ചറിൻ്റെ ബേസിലാണ് ഈ ഒരു സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം മെയിനായിട്ടും എത്ര ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്? രണ്ട് അല്ലേ? അതെ. ഏതൊക്കെയാണ് രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറയൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അല്ലേ? അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള റേഷ്യോസാണ് ഫസ്റ്റ് നമുക്ക് പറയാറുള്ളത്. പിന്നെ തേർഡ് പറയുന്നത് മിക്സഡ് ആയിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള റേഷ്യോ ആണ്. അതായത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള റേഷ്യോസ്. അതായത് ഒരേ ടൈമിൽ ബാലൻസ് ഷീറ്റ് എടുക്കും, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള റേഷ്യോസ് ആണ് മിക്സഡ് റേഷ്യോ ഓർ കമ്പൈൻഡ് റേഷ്യോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം ബാലൻസ് ഷീറ്റ് റേഷ്യോസ്. ബാലൻസ് ഷീറ്റ് റേഷ്യോസ് മെയിനായിട്ട് നമ്മൾ ഐറ്റംസ് എടുക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് ആണ്. ഈ ബാലൻസ് ഷീറ്റ് റേഷ്യോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, അതായത് ഇത് ഫുള്ള് ഈ റേഷ്യോസ് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് വെച്ചിട്ടാണ്. ഇപ്പോൾ കറണ്ട് റേഷ്യോ ആണെങ്കിൽ പോലും കറണ്ട് അസറ്റും അതേപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസും ആണ് എടുക്കുന്നത്. രണ്ടും ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റമാണ് അല്ലേ. കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ് കറണ്ട് റേഷ്യോ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ തന്നെ നമ്മൾ ഓരോന്നിൻ്റെയും പറയുന്നില്ല, നമുക്ക് സെപ്പറേറ്റ് ഓരോ ഇക്വേഷൻസും ഓരോ റേഷ്യോസിൻ്റെയും ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കാൽക്കുലേഷൻസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ജസ്റ്റ് ബാലൻസ് ഷീറ്റ് റേഷ്യോ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് ആണ് ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതാണ് ബാലൻസ് ഷീറ്റ് റേഷ്യോസ്. നെക്സ്റ്റ് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റത്തെ ഡാറ്റേനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ ഓർ റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൽ കാര്യമായിട്ട് വരുന്ന റേഷ്യോസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഇതൊക്കെയാണ് കാര്യമായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന റേഷ്യോസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഐറ്റംസ് ആയിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റത്തെയാണ് മിക്സഡ് ഓർ കമ്പൈൻഡ് റേഷ്യോസ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള റേഷ്യോ ആണ് മിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റെത്തി ഇതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റെത്തി ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഇതിൽ കാര്യമായിട്ടും വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇങ്ങനത്തെ റേഷ്യോസൊക്കെയാണ് ഈ ഒരു മിക്സഡ് റേഷ്യോ എന്നുള്ള കാറ്റഗറിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോസ്. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു ഓൺ ദി ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അതിൽ 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കുക ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ ഓർ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്. ഇതിൽ മെയിനായിട്ടും 5 റേഷ്യോസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോസ്. ഫസ്റ്റ് ലിക്വിഡിറ്റി റേഷ്യോ, ദെൻ സോൾവൻസി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോസ്,
പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആൻഡ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ഫസ്റ്റ് നോക്കൂ, ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കമ്പനിയിലെ ഷോർട്ട് ടേം സോൾവൻസി കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ, ഷോർട്ട് ടേം സോൾവൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ഇതിൽ കാര്യമായിട്ടും ഷോർട്ട് ടേം സോൾവൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിലെ ഷോർട്ട് ടേം ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനീൻ്റെ എബിലിറ്റി എങ്ങനെയാണ്, എത്രത്തോളമാണെന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ, അതായത് ഷോർട്ട് ടേം സോൾവൻസി. ഇത് കാര്യമായിട്ടും നമ്മൾ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് പേ ഓഫ് ചെയ്യാനുള്ള എബിലിറ്റി കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളതാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കറൻറ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇതൊക്കെയാണ് ലിക്വിഡിറ്റി റേഷ്യോൻ്റെ കാറ്റഗറിയിൽ വരുന്ന റേഷ്യോസ്. നെക്സ്റ്റ് വരുന്നത് സോൾവൻസി റേഷ്യോ. സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിവറേജ് ഒക്കെ ഉണ്ടല്ലോ, ലോങ് ടേം ആയിട്ടുള്ള സോൾവൻസി റേഷ്യോനെ വേറെ പറയുന്ന നെയിമാണ് ലെവറേജ് റേഷ്യോ. സോൾവൻസി ഓർ ലെവറേജ് റേഷ്യോ എന്നാണ് പറയുന്നത്. ഇത് ലോങ് ടേം സോൾവൻസി അല്ലെങ്കിൽ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോസാണ് ലെവറേജ് റേഷ്യോസ്. എത്രത്തോളം ഒരു കമ്പനിക്ക് ലോങ് ടേം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പേ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു റേഷ്യോസിലൂടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, അതുപോലെ തന്നെ പ്രൊപ്രൈറ്ററി റേഷ്യോ, ഇതൊക്കെയാണ് സോൾവൻസി റേഷ്യോൻ്റെ കാറ്റഗറിയിൽ വരുന്ന റേഷ്യോസ്. നെക്സ്റ്റ് വരുന്നതാണ് ആക്ടിവിറ്റി റേഷ്യോസ്. ആക്ടിവിറ്റി റേഷ്യോസ് കാര്യമായിട്ടും പറയുന്നത് എത്രത്തോളം കമ്പനിയിലെ അസറ്റും റിസോഴ്സസും കമ്പനി യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് ആക്ടിവിറ്റി റേഷ്യോസിലൂടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ കാറ്റഗറിയിൽ വരുന്നതാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഈ റേഷ്യോസൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. കാര്യമായിട്ടും കമ്പനിയിൽ അതായത് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി, മാനേജ്മെൻറ്റ് എത്രത്തോളം കമ്പനിയിലെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തു, എഫക്റ്റീവായിട്ടാണോ യൂട്ടിലൈസ് ചെയ്തത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റേഷ്യോസിലൂടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക. ഞാൻ നെക്സ്റ്റ് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഒരു കമ്പനിയിലെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. കമ്പനി എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്തു അല്ലെങ്കിൽ ഓണേഴ്സിന് എത്രത്തോളം റിട്ടേൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ അതിനൊക്കെയുള്ള കപ്പാസിറ്റിയാണ് ഈ റേഷ്യോസിലൂടെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ടേൺ ഓവർ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് ഓണേഴ്സിന് എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം, അതൊക്കെയാണ് ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ദെൻ ലാസ്റ്റ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. ഇത് മെയിനായിട്ടും കമ്പനീൻ്റെ ഷെയർസും സ്റ്റോക്കും ഇവാലുവേറ്റ് ചെയ്യാൻ, എത്രത്തോളം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതാണല്ലേ ഷെയറും സ്റ്റോക്കും എന്നൊക്കെ പറയുന്നത് ട്രേഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലേ, മാർക്കറ്റ് ട്രേഡഡ് ഐറ്റംസ് ആണ് ഷെയറും സ്റ്റോക്കും. അപ്പോൾ മെയിനായിട്ടും ഈ ഷെയറിൻ്റെ സ്റ്റോക്കും ഇവാലുവേഷനാണ് ഈ റേഷ്യോസിലൂടെ നമ്മൾ ചെയ്യുന്നത്. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡിവിഡൻഡ് പെർ ഷെയർ, ഏണിംഗ് പെർ ഷെയർ, അതുപോലെ തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, പ്രൈസ് ഏണിംഗ് റേഷ്യോസ്, ഇതൊക്കെയാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ദിസ് റേഷ്യോസ് ഡിസ്ക്രൈബ് ദ ഫോംസ് ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇൻ ടേംസ് ഓഫ് എമൗണ്ട്സ് പെർ ഷെയർ ഓഫ് സ്റ്റോക്ക്. ഷെയറിൻ്റെയും സ്റ്റോക്കിൻ്റെയും ബേസിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കമ്പനീൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഓൺ ദി ബേസ് ഓഫ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് അല്ലേ, ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൻ്റെ ബേസിൽ റേഷ്യോസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ലിക്വിഡിറ്റി റേഷ്യോസ്, ദെൻ സോൾവൻസി റേഷ്യോസ്, അതിനുള്ള എക്സാമ്പിൾസ് നോക്കുക കേട്ടോ.
നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാറ്റഗറിയിൽ വരുന്ന റേഷ്യോസ് അതിൻ്റെ ഇക്വേഷൻസും അതിൻ്റെ കാൽക്കുലേഷൻസും പ്രോബ്ലം വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇക്വേഷൻ അപ്പോൾ പറയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് ഓരോ റേഷ്യോസും അല്ലെങ്കിൽ ആ ഒരു റേഷ്യോസിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന റേഷ്യോസ് ഏതാണെന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആക്ടിവിറ്റി റേഷ്യോ, ദെൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ആൻഡ് ലാസ്റ്റ് വൺ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. അപ്പം മെയിനായിട്ടും 2 രീതിയിലാണ് റേഷ്യോസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഓൺ ദി ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 ഉള്ളത് അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ അതിൻ്റെ 2ൻ്റെ ബേസിൽ ചെയ്യുന്ന റേഷ്യോസും ദെൻ 2 സ്റ്റേറ്റ്മെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള റേഷ്യോ ആണ് തേർഡ് കാറ്റഗറി വരുന്നത്. തേർഡ് സബ് കാറ്റഗറി വരുന്നത് മിക്സഡ് റേഷ്യോ. അങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിലുള്ളത്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ 5 സബ് കാറ്റഗറിയാണുള്ളത്. ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി ഓർ ലെവറേജ് റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആൻഡ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, താങ്ക് യു.